എനിക്ക് ഓവർ വെയിറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരെ കാണാറുണ്ട്. എപ്പോഴാണ് ഓവർ വെയിറ്റിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്? ഇതൊരു വളരെ കോമൺ ആണ്. കാരണം ഈ ഓവർ വെയിറ്റ് ഉള്ളവർ എന്ത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ നോക്കുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെരി കോമൺ ആയിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ ഒരു ലിവറിൻ്റെ ഒരു അൾട്രാസൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഈ പറയുന്നത് പോലെ ഫാറ്റി ലിവറിനുള്ള സാധ്യത നമ്മളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അത് LFT ചെയ്യുമ്പോൾ അറിയണമെന്നില്ല, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു അൾട്രാസൗണ്ട് എടുത്ത് നമ്മൾ അബ്ഡോമൻ്റെ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ലിവറിൻ്റെ വലിപ്പം കൃത്യമായിട്ട് അറിയാൻ പറ്റും. രണ്ടാമത്തെ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവർ ഡയബറ്റിക് ആവാനുള്ള ടെൻഡൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ ANT-TP AT ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തൈറോയിഡ് കണ്ടീഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഇഷ്യൂസിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ പറ്റും. അപ്പം അതാണ് ശരിക്കും ഈ ഓവർ വെയിറ്റ് ആയവരോ ഒബേസ് ആയവരൊക്കെ ചെയ്ത് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ T3 T4 TSH ചെക്ക് ചെയ്യുമ്പോൾ ഇഷ്യൂസിലോ തൈറോയിഡോ ഡയബറ്റിക്കോ ഫാറ്റ് ലിവർ ഒന്നും അറിയാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് വരാനുള്ള സാധ്യത അറിയാൻ പറ്റും. അപ്പോൾ ഈ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് കുറച്ച് നമുക്കത് ഓവർകം ചെയ്യാം. ഒന്നും കൂടെ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യോ? തീർച്ചയായിട്ടും. ഒന്ന് ഈ പറഞ്ഞ ലിവറിൻ്റെ അൾട്രാസൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. രണ്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തൈറോയിഡ് ആൻറ്റിബോഡി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ മൂന്ന് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയാം.